നമസ്കാരം. ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ ചെറിയ അറിവിൽ നിന്നും ബോധ്യമായ ചില വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഈ രാജ്യങ്ങൾ തമ്മിൽ ഇങ്ങനെയൊരു ഏറ്റുമുട്ടലിന് ജ്യോതിശാസ്ത്രപരമായ ചില സവിശേഷതകൾ ഉണ്ടെന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ തോന്നുന്നത്. രാഹു എന്ന പാപഗ്രഹം കുംഭം രാശിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 3/2/2026 ബുധൻ കുംഭം രാശിയിൽ പ്രവേശിച്ച് രാഹുവുമായി യോഗം ചെയ്യുന്നത് കാരണം ഭ്രമിതയോഗമെന്ന ദുര്യോഗമാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ബുധൻ എന്ന ഗ്രഹം ബുദ്ധിയുടെ കാരക ഗ്രഹമാണ്. ദുര്യോഗത്തിലായി ബുധൻ നിൽക്കുന്നത് കാരണം ബുദ്ധിക്ക് ജാള്യതയും മാനസിക അശാന്തിയും നാശനഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. അതിനോടൊപ്പം സൂര്യൻ 12/2/2026 കുംഭം രാശിയിലേക്ക് പ്രവേശിച്ചതോടുകൂടി സൂര്യ രാഹു യോഗം അഥവാ ഗ്രഹണയോഗം എന്ന ദുര്യോഗമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 17/2/2026 സൂര്യഗ്രഹണവും ആയിരുന്നു. അതിനുശേഷവും സൂര്യൻ ഗ്രഹണയോഗത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യന് രാജാവിൻ്റെ അഥവാ ഭരണാധികാരിയുടെ കാരകത്വമുള്ളതിനാൽ ഈ ഗ്രഹണയോഗവും സൂര്യഗ്രഹണവും ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല. ഭരണമാറ്റങ്ങളും പ്രതിസന്ധികളും അശാന്തിയും രൂപപ്പെടാം. ഇതിലെല്ലാം ഉപരിയായി 23/2/2026 യുദ്ധകാരകനായ ചൊവ്വ കുംഭം രാശിയിൽ പ്രവേശിച്ച് രാഹുവുമായി യോഗം ചെയ്യുന്നത് കാരണം അംഗാരകയോഗമെന്ന ദുര്യോഗം കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ യോഗം അഗ്നിയും വിഷവും തമ്മിലുള്ള യോഗമാണ്. ചൊവ്വ ആഗ്നേയ ഗ്രഹമാണ്. രാഹു സർപ്പവിഷത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചൊവ്വയും രാഹുവും തമ്മിലുള്ള ഈ യോഗം കാരണം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധവും ആന്തരിക ഛിദ്രങ്ങളും അഗ്നിയാലും വിഷപ്പുകയാലുമുള്ള നാശനഷ്ടങ്ങളും അനുഭവത്തിൽ വരാം. രാഹു സൂത്രശാലിയായ ഒരു പാപഗ്രഹമാണ്. ഈ രാഹു ചൊവ്വയുമായി യോഗം ചെയ്യുമ്പോൾ ധൈര്യം വർദ്ധിപ്പിക്കുകയും യുദ്ധസന്നാഹത്തിനുള്ള ആക്കം കൂട്ടുകയും ഷഡ്യന്ത്രങ്ങൾ രചിക്കുകയും ചെയ്യാം. ഇതുമൂലം ജനങ്ങളുടെ ഇടയിൽ ഭീതി സൃഷ്ടിക്കുകയും ജീവിതത്തിൽ അനാവശ്യ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ദുരന്തങ്ങൾ സൃഷ്ടിക്കുകയും സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ മനകാരകനായ ചന്ദ്രനും 2/3/2026 മുതൽ ഗ്രഹണയോഗത്തിലും 2026 മാർച്ച് മാസം 3-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 6:50 ചന്ദ്രഗ്രഹണത്തിലുമാണ്. ഗ്രഹണയോഗവും ചന്ദ്രഗ്രഹണവും രണ്ടും രണ്ടാണ്. രാഹു അഥവാ കേതു നിൽക്കുന്ന രാശിയിൽ സൂര്യനോ ചന്ദ്രനോ പ്രവേശിക്കുമ്പോൾ മുതൽ ഗ്രഹണയോഗം തുടങ്ങും. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർ രേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മധ്യേ ഒരേ നേർരേഖയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നത് മൂലം ചന്ദ്രൻ അദൃശ്യനാകുന്നതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൗരയൂഥത്തിൻ്റെ രാജാവായ സൂര്യനും രാജ്ഞിയായ ചന്ദ്രനും യുവരാജാവായ ബുധനും സൈന്യാധിപനായ ചൊവ്വയും രാഹു കേതു ബന്ധത്താൽ ദുര്യോഗത്തിലായാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നത്. എങ്കിലും എൻ്റെ നിഗമനത്തിൽ ഈ ഏറ്റുമുട്ടലുകൾ അഥവാ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിനോ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്നതിനോ സാധ്യത കുറവാണ്. അതിനുള്ള കാരണം എന്തെന്നാൽ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ 9-ാം ഇടത്തേക്കുള്ള വിശേഷാൽ പൂർണ്ണദൃഷ്ടി കുംഭം രാശിയിലേക്ക് പതിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണ് ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് 1,00,000 ദോഷങ്ങളെയും ഗുരുവിൻ്റെ അഥവാ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോഗാദികളാൽ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ദുര്യോഗത്തിൽ നിൽക്കുന്ന സൂര്യൻ, ബുധൻ, ചൊവ്വ, രാഹു എന്നീ 4 ഗ്രഹങ്ങളുടെയും മുകളിൽ വ്യാഴത്തിൻ്റെ
ശുഭദൃഷ്ടി പതിക്കുന്നത് കാരണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുവാൻ സാധ്യത കുറവാണ്. മറ്റൊരു ദുര്യോഗമായ ചന്ദ്രഗ്രഹണം 2026 മാർച്ച് മാസം 3-ാം തീയതി അവസാനിക്കുകയും ചന്ദ്രൻ 4/3/2026 ഉച്ച കഴിഞ്ഞ് 1:45 ചിങ്ങൻ രാശി വിട്ട് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഗ്രഹണയോഗം അവസാനിക്കുകയും ചെയ്യും. അതിനാൽ 4/3/2026 ശേഷം കാര്യങ്ങളിൽ കുറേയൊക്കെ അയവ് വരികയും 14/3/2026 സൂര്യൻ ഗ്രഹണയോഗത്തിൽ നിന്നും മുക്തനായി മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി സംഘർഷ സാധ്യത കുറയുമെങ്കിലും 2/4/2026 ചൊവ്വ അംഗാരകയോഗത്തിൽ നിന്നും മുക്തനായി മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതുവരെ സംഘർഷ സാധ്യത തീർത്തും കുറയുകയില്ല. ചൊവ്വയുടെ മീനൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ മെച്ചപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗ്രഹങ്ങൾക്ക് നമ്മുടെ മുകളിലുള്ള സ്വാധീനം നിസ്തർക്കമായ കാര്യമാണ്. ചന്ദ്രൻ്റെ സ്വാധീനത്താൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് നമുക്ക് അനുഭവസിദ്ധമായ കാര്യമാണല്ലോ. വാവിനോടടുക്കുമ്പോൾ ചിത്രഭ്രമമുള്ളവർക്ക് അത് മൂർച്ഛിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ വെളിപ്പെടുത്തൽ വായിക്കാനും ഇടയായിട്ടുണ്ട്. വാവിനോടടുക്കുമ്പോൾ ചില പക്ഷിമൃഗാദികളിലുണ്ടാകുന്ന വൈകാരിക മാറ്റങ്ങൾ നമുക്ക് അറിയാവുന്നതുമാണല്ലോ. ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. മനുഷ്യനും മറ്റും രോഗപ്രതിരോധ ശക്തി നൽകുന്ന വിറ്റാമിൻ ഡിയുടെ നൈസർഗിക ഉറവിടം പോലും സൂര്യനിൽ നിന്നുമാണ്. കൊറോണ സമയത്ത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാവിലെ ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണെന്ന് പല ഡോക്ടർമാരുടെയും അഭിപ്രായവും ഇത്തരുണത്തിൽ ഓർക്കാവുന്നതാണ്. 2 ദിവസം സൂര്യരശ്മികൾ വേണ്ടത്ര വിധത്തിൽ ഭൂമിയിൽ പതിച്ചില്ല എങ്കിൽ നമുക്കുണ്ടാകാവുന്ന തണുപ്പും കൂടുതലായാൽ ഉണ്ടാകാവുന്ന സൂര്യാഘാതവും മറ്റ് ബുദ്ധിമുട്ടുകളും നമുക്ക് അറിയാവുന്നതാണല്ലോ. അതിനാൽ ഇവയുടെയൊന്നും സ്വാധീനം നമുക്കുമേൽ ഇല്ല എന്ന് തീർത്തും പറയാനാകുകയില്ല. നമുക്കാവശ്യമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നമുക്ക് നൽകി നമ്മെ വേണ്ടതുപോലെ പരിപാലിക്കുന്ന ഈ ഗ്രഹങ്ങളെ ഈശ്വരന് തുല്യം കാണുന്നതിലും തെറ്റൊന്നുമില്ല. നമ്മുടെ രക്ഷകനാണല്ലോ ഈശ്വരൻ എന്ന സങ്കല്പം. ഇവരുൾപ്പെടുന്ന പ്രകൃതിയും നമ്മെ രക്ഷിക്കുകയല്ലേ ചെയ്യുന്നത്. ചൂടിനാൽ വറ്റിവരണ്ട ഒരു തുള്ളി വെള്ളമില്ലാതെ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും കഷ്ടപ്പെടുമ്പോൾ കുളിർമഴയായി എത്തുന്നത് ഈശ്വരൻ തന്നെയല്ലേ. അതിനാലല്ലേ തൂണിലും തുരുമ്പിലുമെല്ലാം ഈശ്വര സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത്. മേൽപ്പറഞ്ഞവയെല്ലാം നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവമുള്ള കാര്യങ്ങളല്ലേ. ഇനി പ്രത്യക്ഷത്തിൽ അനുഭവമില്ലെങ്കിലും ഇല്ലെന്ന് പറയുവാൻ സാധിക്കുമോ? കാറ്റിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. അതിൻ്റെ സ്പർശനത്തിലൂടെ അഥവാ അനുഭവത്തിലൂടെയല്ലേ കാറ്റുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇലയനങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും കാറ്റുണ്ടെന്ന്. ഫാൻ കറങ്ങുമ്പോൾ നമുക്ക് കാറ്റിൻ്റെ അനുഭവമുണ്ടാകും. ഈശ്വരനും അതുപോലെയാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇല്ലാതാകുന്നില്ല. അതുപോലെയാണ് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനവും. അത് അനുഭവത്തിൽ കൂടെ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള ഈ ഏറ്റുമുട്ടൽ ഒരു മഹായുദ്ധമായി പരിണമിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനാൽ ആരും കൂടുതൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ കടാക്ഷം കൊണ്ട് സ്ഥിതിഗതികൾ കൂടുതൽ മോശമാകാനുള്ള സാധ്യത കുറവാണ്. വീണ്ടും പറയുകയാണ്, ഇത് എൻ്റെ പരിമിതമായ ജ്യോതിഷ പരിജ്ഞാനത്താൽ തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭാശംസകൾ.